ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മുടെ ചിന്തകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ അത് ഭാഗികമായി മാത്രമാണ് ശരി. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, വൈകാരിക പ്രതികരണങ്ങൾ എന്നിവയുടെ 95% വരുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ്, സബ് കോൺഷ്യസ് മൈൻഡ്. ബാക്കി 5% മാത്രമാണ് നമ്മുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് എന്നത്. നിങ്ങൾ ബോധപൂർവം വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, അത് 5% മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ പഴയ പ്രോഗ്രാം 95%. പരാജയത്തെ ഭയപ്പെടുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും പരാജയത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ഈ രണ്ട് മനസ്സുകളും ഒരേ ദിശയിൽ സഞ്ചരിക്കാത്തതാണ് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഇത്രയധികം നെഗറ്റീവ് പ്രോഗ്രാമുകൾ ഉള്ളത്? ഇതിന് ഉത്തരം ലഭിക്കാൻ നമ്മുടെ ബാല്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പഠനങ്ങൾ, ഡെവലപ്മെന്റൽ സൈക്കോളജി പ്രകാരം ജനനം മുതൽ 7 വയസ്സുവരെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ തലച്ചോറ് തീറ്റ തരംഗ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ കുട്ടികൾക്ക് വിവേചന ബുദ്ധി, ക്രിട്ടിക്കൽ ഫിൽട്ടർ വളരെ കുറവായിരിക്കും. അതായത് മുതിർന്നവർ പറയുന്നതോ ചുറ്റുപാടും കാണുന്നതോ ആയ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതെ ഉപബോധ മനസ്സ് അത് നേരിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെയാണിത്. നമുക്കിതിനൊന്നും കഴിവില്ല, പണം തിന്മയാണ്, നീ ഭാഗ്യമില്ലാത്തവനാണ്, നമുക്കാരുമില്ല, നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല എന്നിങ്ങനെ ആ പ്രായത്തിൽ നാം കേട്ട കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ മാസ്റ്റർ സോഫ്റ്റ്വെയർ ആയി പ്രവർത്തിക്കുന്നുണ്ടാവും. ഡോക്ടർ ബ്രൂസ് ലിപ്റ്റനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ 7 വയസ്സിനുള്ളിൽ ലഭിക്കുന്ന പ്രോഗ്രാമിംഗ് ആണ് ഒരാളുടെ ജീവിതത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്നാണ്. ഈ ശാസ്ത്രീയ സത്യം ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, റോമാലേഖനം 12:2 എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അത് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വചനം ലൂക്കോസ് സുവിശേഷം 6:45 ആണ്. നല്ല മനുഷ്യൻ തന്റെ ഹൃദയമാകുന്ന നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ തന്റെ ദുഷ്ടനിക്ഷേപത്തിൽ നിന്ന് ദുഷ്ടമായത് പുറപ്പെടുവിക്കുന്നു. ഇവിടെ ഹൃദയം അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നാം 7 വയസ്സുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഉള്ളിൽ എന്തുണ്ടോ അത് മാത്രമാണ് ജീവിതത്തിൽ പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ യാന്ത്രിക നിക്ഷേപത്തെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എങ്ങനെ ഈ പഴയ സോഫ്റ്റ്വെയർ മാറ്റാം? ഇതിനായി പ്രപഞ്ചം നമുക്ക് നൽകുന്ന 2 മാജിക് വിൻഡോകളാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയവും ഉണർന്ന ഉടനെയുള്ള സമയവും. ഈ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് വീണ്ടും ആ പഴയ തീറ്റ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഈ 10 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് നെഗറ്റീവ് ഇൻപുട്ട് ഒഴിവാക്കുക. ഒന്നാമതായി, ഉറങ്ങുന്നതിന് മുൻപ് വാർത്തകളോ സോഷ്യൽ മീഡിയയോ കാണരുത്, അത് നിങ്ങളുടെ ഉള്ളിലെ വിഷം വർദ്ധിപ്പിക്കും. രണ്ടാമതായി, വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് വേണം ആ സമയം ചെലവഴിക്കാൻ. മൂന്നാമതായി, പോസിറ്റീവ് അഫർമേഷൻസ്. ഞാൻ ശക്തനാണ്, പ്രപഞ്ചം എന്നെ സഹായിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു തുടങ്ങിയ വാക്യങ്ങൾ ഒക്കെ ആവർത്തിച്ച് ഉരുവിടുക. ഇത് തുടർച്ചയായി ചെയ്യുന്നതിലൂടെ നമുക്ക് ഉപബോധ മനസ്സിലെ പഴയ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുവാനും പുതിയ വിജയകരമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ അറിവ് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഇന്ന് പാകാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ചിന്ത താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന്, ഐ ആം ട്രാൻസ്ഫോംഡ് എന്നോ, എന്റെ മനസ്സിലെ പഴയ തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു എന്നോ ഒക്കെ അത് കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ തോട്ടമാണ്. അവിടെ സ്നേഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വിത്തുകൾ പാകുക. പുതിയ ചിന്തകളോടെ പുതിയൊരു ജീവിതത്തിലേക്ക്. I am your guide and you are the universe and the energy.